പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങട്ടെ. ലൈഫ് ടുഡേ. സരിത കാളയാണെങ്കിൽ അജുവേട്ടന് ഒരു അവാർഡ് തരണം. വഴിയിൽ നിന്ന് കാളയുടെ കഥ കാണിച്ചും കൂടി തരുമ്പോൾ കഴിഞ്ഞ ദിവസം ചൊറിയണം മുരച്ച് ചൊറിഞ്ഞ് കാണിച്ചത് ഓർത്തുപോയി. കാളയോട് ഉപമിച്ചാണോ പറയുന്നത്? അല്ല, ഉപമിക്കലല്ലേ. ഞാൻ കാളയായി മാറാ. അപ്പൊ ഇതിങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണല്ലേ. ചേട്ടാ ശരിക്കും ഒരു സ്കൂൾ മാഷൊക്കെ ആണെങ്കിൽ LP സ്കൂളിലത്തെ മാഷാവണം. പിള്ളേര് സൂപ്പറായിട്ട് പഠിക്കും. വീട്ടിൽ പോയിട്ട് അവർക്ക് പഠിക്കേണ്ടി വരില്ല, ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുമല്ലോ. അതെ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് നമ്മൾ എന്തോട്ടോ ജന്മനാളിലാണ് നമ്മൾ തന്നെ ചെയ്ത് പോണതാണ്. അല്ലാണ്ട് ഇപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെ തയ്യാറെടുപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. ഏറ്റവും കോമഡി എന്നിട്ടെന്നറിയാം നിങ്ങൾക്ക്? അറിയാ ചേട്ടൻ ഇങ്ങനെ എല്ലാം ചെയ്ത് കാണിക്കല്ലോ. അതിപ്പോൾ ക്യാമറയുടെ മുന്നിലല്ല കേട്ടോ. എൻ്റെ അടുത്ത് വല്ല കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഇങ്ങനെയാ. ഞങ്ങൾ രാത്രി സംസാരിക്കും. രാത്രി ലേറ്റൊക്കെ കെടുത്തിയിട്ട് നമ്മൾ കെടുക്കുമ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെടുക്കുമല്ലോ. ഉറക്കം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ആക്ഷൻ കാണിച്ചിട്ട് സംസാരിക്കുക. ആർക്ക് കാണാനാ? പക്ഷേ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചേട്ടൻ്റെ ഇപ്പം ഇങ്ങനെ കയ്യുമ്മലോ ഈ കൈയിട്ട് ഇങ്ങനെ നീക്കിയിട്ട് എൻ്റെ തല കിടന്ന് ഇങ്ങനെ കാരണം ആക്ഷൻ കാണിച്ചിട്ടാണ് വർത്താനം പറയണതേ. ഞാനപ്പോൾ പതുക്കെ ഇങ്ങോട്ട് പോകുന്നു, തലോണമ്പൽ തന്നെ തല വെച്ച് കിടക്കും. കാരണം കിടക്കാൻ പറ്റില്ല. അപ്പോൾ ആലോചിച്ചേക്ക്, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. രാത്രി ലേറ്റൊക്കെ കിടത്തി ഇരുട്ടത്ത് ഈ വർത്താനം പറയുമ്പോഴും ആക്ഷൻ കാണിക്കണ ആളെ പറ്റി. അടുത്തത് അത് ലൈഫ് ടുഡേ. ടെസ്ല മൈ ഹീറോ. അജു പറഞ്ഞത് സത്യം. ഗാനമേളകൾക്കും നാടകത്തിനും അമ്പലപ്പറമ്പുകൾ തോറും പാഞ്ഞിരുന്ന കൗമാരം. അജുവിനോടൊപ്പം ഒരു ടൈം ട്രാവൽ. അതന്നെ കുറേ പേർക്ക് ഇങ്ങനെ ഓർമ്മകൾ വരാൻ ആ വീഡിയോ കാരണമായി. അത് വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ഒരു ഗ്രാമത്തിൻ്റെ അതിലൂടെ ഒരു വീതിയോടെ വഴിയോടെ നടന്നിട്ട് കാണിക്കുന്ന ഇതുകളുള്ള അതിലൂടെ നമ്മൾ ഇങ്ങനെ കലപിലാന്നിങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകണമെന്നുള്ളോ. പക്ഷെ അത് കൂടുതൽ പേര് മനോഹരമായിട്ടുള്ള ഒരു വ്ളോഗായിട്ടെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം അതിലുണ്ട്. അപൂർവം ചിലർ അതിൻ്റെ ഈ ഇത്രയധികം വർത്താനം വേണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ പറയാം. വായിക്കി. അടുത്ത് ഷീല അച്ചു. നുരി ഇത്രയും വിശദമായി നല്ലൊരു അവതരണ ശൈലിയിൽ അവതരിപ്പിച്ച് കൃഷിയെ ഇത്രയും ദൃശ്യവൽക്കരിച്ച അജുവിന് ഒരു ബിഗ് സല്യൂട്ട്. അടുത്തത് വിജയലക്ഷ്മി. തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ചെയ്ത ഈ വീഡിയോ മനോഹരം. അജുവിൻ്റെ ഓർമ്മകൾ കഥ പോലെ എത്ര മനോഹരമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പഴം എത്ര സന്തോഷത്തോടെ ഓർക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ശരിക്കും യുവ മിഥുനങ്ങളെ പോലെ ഉണ്ടായിരുന്നു. സൂപ്പർ. അടുത്ത ദീപ കെ. അതിമനോഹരം. ഇന്നത്തെ വീഡിയോ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. കുറേയേറെ ഔഷധസസ്യം കാണിച്ചു തന്നു. അജുവേട്ടൻ ഓരോന്നും പറഞ്ഞു തരുന്ന രീതി തന്നെ ഞങ്ങളും കൂടെ കാണുന്നു. താങ്ക്സ്. അവിടെ മറ്റേ ദന്തപാലി ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടാ. ആന്റിയുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നിൽക്കുന്നുണ്ട് വഴിയില്. ചേട്ടാ അങ്ങോട്ട് നോക്കിയില്ലേ? അവിടെ എത്തിയപ്പോ പിന്നെ നേരെ വീട്ടിലേക്ക് കയറിയല്ലോ. അതുകൊണ്ട് കാണാൻ ഞാൻ അമ്മയെ പറഞ്ഞത് ദന്തപാല കുറെ അവിടെ നിൽക്കുന്നുണ്ട്. വളരെ ആവശ്യമുള്ളൊരു സാധനം ദന്തപാലയുടെ. കാരണം നമ്മുടെ നേരം നല്ല കാലാവസ്ഥ മഴക്കാരായി. ദന്തപാല നമ്മുടെ ആലപ്പുഴയുള്ള ആള് ചേട്ടൻ ദന്തപാലയുടെ എണ്ണ ഇവിടുന്ന് കൊണ്ടുപോയില്ലോ. ആളെ 99% മാറിന്ന്. ആൾക്ക് സന്തോഷം കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടല്ലേ. ദന്തപാല അങ്ങോട്ട് പോണ്ട് ആലപ്പുഴക്ക്. ആളുടെ ഹൗസ് ബോട്ടിലൊക്കെ ഒരു ദിവസം താമസിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് ആള്. അപ്പൊ പോകുമ്പോ നമുക്ക് നോക്കാം ആളുടെ മാറിയത്. അപ്പൊ ആള് പറയും നേരിട്ട്. അടുത്ത ഗൾഫ് കോൺ. നാട്ടിൽ നിന്നും മൺമറഞ്ഞു പോയ കുറേ ചെടികളും ഇലകളും അതിനെക്കുറിച്ചുള്ള അജു ചേട്ടൻ്റെ വിവരണവും നാട്ടിൻപുറ കാഴ്ചകളും എല്ലാം കൂടി ഒരു ഗുഡ് ഫീൽ വീഡിയോ. അടുത്തത് എത്ര മനോഹരമായിട്ട് ഓരോരുത്തർ എഴുതുന്നത് അല്ലേ. അടുത്തത് സുമം. നാട്ടുവഴികൾ, അമ്പലം, ആൽമരം, അങ്ങനെ ഗ്രാമഭംഗി നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വീഡിയോ. ഒപ്പം അജുവേട്ടൻ്റെ വിവരണവും. ഞാനും നെൽകൃഷിയുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ കുട്ടിക്കാലത്തെ മനോഹരമായ ഒരുപാട് ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരുപാട് നന്ദി, സ്നേഹം. ഈ മരത്തും ഇരിക്കുന്നുണ്ടാവട്ടെ. അവിടെ എനിക്കൊരു പോരായ്മ തോന്നിയത്, ആ വീഡിയോയിൽ ഒരു പോരായ്മ തോന്നിയത് അമ്പലക്കുളം അതിൻ്റെ അവിടേക്ക് പോയില്ലേ. അമ്പലക്കുളം ഉണ്ട് അവിടെ. അമ്പലക്കുളം ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ. അമ്പലക്കുളം ആറട്ട് നടക്കുന്ന സ്ഥലമുണ്ട്. അമ്പലക്കുളം അങ്ങോട്ട് നീറ്റായി ഉണ്ടാവും. ഞാൻ എനിക്കറിയില്ല കേട്ടാ. അമ്പലക്കുളം അവിടെ ഉണ്ടാവും എനിക്കറിയില്ല. അമ്മോടൊക്കെ ചോദിച്ചറിയാൻ പറ്റും. ചിലപ്പോൾ ഉള്ളിലുണ്ടാവായിരിക്കും. അമ്പലക്കുളം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായേനെ. അടുത്തത് ആദർശ് പണിക്കർ. കൊള്ളാം. മനോഹരമായ നാട്ടുപച്ചയും നാട്ടറിവുകളുടെ ഗതകാല സ്മരണയിലൂടെ പൂക്കളിലേക്കും പച്ചപ്പുകളിലേക്കും ഒക്കെ ഓടിയിറങ്ങുന്നൊരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്ക ഭാവത്തോടെ അതിമനോഹരമായി അവതരിപ്പിച്ച അജുവേട്ടൻ. വീഡിയോ സുന്ദരമാക്കി. ഒപ്പം പഠിപ്പുര
കണ്ട് പടിപ്പുര തിണ്ണയിൽ അല്പനേരം വിശ്രമിക്കുക എന്നുള്ള മോഹം മനസ്സിലൊതുക്കി ഒപ്പം സരിതയും നടന്നു നീങ്ങുന്ന ഈ വീഡിയോയും മനോഹരം. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹര കാഴ്ചയ്ക്കായി ശുഭപ്രതീക്ഷയോടെ സസ്നേഹം പണിക്കർ. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സാഹിത്യവാസനയുള്ള ആളാന്ന് തോന്നുന്നുണ്ട് ഈ പണിക്കർ. എന്തൊരു സുഖം. പ്രായമായിട്ടുള്ള ആള് ഒരു ചെറിയ കുട്ടിയുടെ മനസ്സോടെ അവതരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ. അത് നമുക്കും ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി നൽകണ കമൻ്റാണത് കേട്ടോ. അടുത്തത് സുരേഖ സുരേഷ്. ഇത് എൻ്റെ നാടാണ്. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ ചെറിയ സ്കൂളിന് പിന്നിൽ പുതിയ സ്കൂളുണ്ട്. 7 ആനയ്ക്കാണ് പൂരം നടത്താറ്. ആ പൂട്ടിയിട്ട ചായക്കട എൻ്റെ വല്യമ്മയുടെയാണ്. ചെമ്പരത്തി പൂ പറിച്ചില്ലേ, അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. 26 കൊല്ലമായി തലശ്ശേരിയിലാണ് താമസിക്കുന്നത്. വെടിക്കെട്ട് പാടത്തല്ല, അമ്പലപ്പറമ്പിലാണ് നടത്താറ്. 1 കൊല്ലം മാത്രമാണ് പാടത്ത് നടത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ നാട് കാണിച്ചതിൽ ഒരുപാട് സന്തോഷം. പാടത്ത് നടത്തിയപ്പോഴാണ് ഞാൻ വെടിക്കെട്ട് കണ്ടിട്ടുള്ളത്. നമ്മൾ പോയിട്ട് പാടത്ത് ആന്റിയുടെ അവിടെ നിന്ന് പോയിട്ട് ആ പാടത്തിന്റെ കരയിൽ കണ്ടിട്ടുണ്ട്. അതന്നെ തലശ്ശേരിയിലാണല്ലോ. തലശ്ശേരി നമ്മുടെ ഒറിജിനൽ തലശ്ശേരി, നമ്മുടെ ഈ ദേശമംഗലത്തെ ഒരു തലശ്ശേരി ഉണ്ട്. ഭൂകമ്പം നടക്കുന്ന സ്ഥലം തലശ്ശേരിയില്ലേ? അതാവില്ല, മറ്റേ തലശ്ശേരി ആവില്ല, കണ്ണൂർ തലശ്ശേരി ആയിരിക്കില്ല. അന്നേരം കണ്ണൂർ തലശ്ശേരിയാണെങ്കിൽ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തലശ്ശേരി വശത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരണം കേട്ടാ. അത് അവിടുത്തെ പറഞ്ഞില്ലേ ഹോട്ടലുകളിലൊന്നും കിട്ടില്ലാന്ന്. കല്യാണം അവിടെ വല്ലവരും ആരെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷണിച്ചോളോട്ടാ തലശ്ശേരിയിലേക്ക്. അപ്പൊ ഞങ്ങള് വരാം. ക്ഷണിക്കണം. അപ്പൊ കല്യാണത്തിന്റെ മറ്റേ ബിരിയാണി കഴിക്കാലോ. കല്യാണത്തിന് മാത്രം ഇപ്പോ തലശ്ശേരി ഒറിജിനൽ ബിരിയാണി കിട്ടുള്ളൂ എന്ന് കമന്റ് ഉണ്ടായിരുന്നു. ഹോട്ടലുകളിലൊന്നും അവിടെ കിട്ടില്ലാന്ന്. കുട്ടികൾ കോറസ് ആയിട്ടാണ് പാട്ട് പാടുന്നത്. അടുത്തത് ഹരിഹരൻ അയ്യർ. ഇന്നത്തെ വീഡിയോ വേറെ ലെവലാണ് അജു ചേട്ടാ. ആ ചെമ്പരത്തിപ്പൂ ഒന്നും എവിടെയും കാണാൻ കിട്ടുന്നില്ല. തൃക്കാരപ്പന് വയ്ക്കുന്ന തട്ടുമ്മ തട്ട് പൂവാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച് ബ്രദർ. നമ്മൾ കൃഷ്ണഗിരിയിടാന്നാണ് പറയാ. പല സ്ഥലങ്ങളിലും പല പേരാണ് പറയാ. ചില സ്ഥലത്ത് പെരുവിന്റെ പൂ എന്നൊക്കെ പറയും. പെരുവിന്റെ പൂ തന്നെ വെള്ള കളറില് പെരുവിന്റെ ഇതേപോലെ തന്നെ പെരുവിന്റെ വെള്ളയിരിക്കും. പല സ്ഥലത്തും പല പേരാണ്. ആ ചെമ്പരത്തിയുടെ കാട്ടിൽ കൂടുതലായിരിക്കുന്ന ആരോണ്ട് പറഞ്ഞിട്ടുള്ള ഇതുപോലെ തോന്നുന്നു. കാട് പോലത്തെ പ്രദേശങ്ങളിലാണ് ഞാൻ കണ്ടേക്കണത്. അടുത്തത് സിസിലി വർഗീസ്. ഇതിനു മുമ്പ് സരിതയുടെ അമ്മായിയുടെ വീട്ടിൽ വന്ന് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അജുവിൻ്റെ വിവരണവും പിന്നെ സരിതയുടെ അതിശയോക്തി കലാന്ന ചോദ്യങ്ങളും കാണാനും കേൾക്കാനും സൂപ്പർ. അടുത്തത് ദിവ്യാനിൽ. ആ മോൻ്റെ വിഷമം കണ്ടില്ലെന്ന് വെച്ച് ശരിയായില്ല. കുട്ടിയുടെ മനസ്സിൽ അത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്ന കാരണമാണ് വീഡിയോ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ സങ്കടമായത്. 15 മിനിറ്റിൽ ഒരു ജ്യൂസ് വീഡിയോ എങ്കിലും എടുത്ത് ചാനലിൽ ഇടാമായിരുന്നു. എന്നാൽ അവന് ഒരുപാട് സന്തോഷമായേനെ. അത് സങ്കടമായി. പിന്നെ അതുപോലെ എന്തുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്? ഒരു ജ്യൂസ് വീഡിയോ എങ്കിലും എടുക്കാൻ എന്തോരം സമയം വേണം? പിന്നെ നമ്മൾ ആ വ്ളോഗ് ചെയ്യണ ടൈം നടന്ന സമയത്തിന് പകരം ഈ വീഡിയോ എടുത്താൽ മതിയായിരുന്നില്ലേ? അങ്ങനെയൊക്കെ ഞങ്ങളതിനെ അവിടെ ചെന്നപ്പോഴൊന്നും ഇവൻ റൂമിലായിരുന്നു. റൂമിൽ പിള്ളേരുകളൊക്കെ റൂമിലായിരുന്നു കളിക്കണ്ടായിരുന്നത്. അതായത് ഇവർ 2 പേരും ജഗ്ഗും പ്രയാഗും 4 പേരും റൂമിൽ AC ഒക്കെ ഇട്ടിട്ട് വാലടച്ച് ഭയങ്കര കളി അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ ഞങ്ങൾ ചെന്ന വശം തന്നെ ഭയങ്കര കാറ്റും മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ വർത്താനം പറഞ്ഞിരുന്നു. മഴ മാറിയതിൻ്റെ പിന്നാലെ ഞാനും ചേട്ടനും വീഡിയോ എടുക്കാൻ ഇറങ്ങി. അത് കഴിഞ്ഞ് വീഡിയോ എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് ഇവനെയൊക്കെ കണ്ട് വർത്താനം പറയുമ്പോഴാണ് ഇവൻ പറഞ്ഞത്, നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ആൻറ്റീനെയും അങ്കിളിനെയും എനിക്കറിയാം, യൂട്യൂബിൽ എനിക്കും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ പിന്നെ ആവാറായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്തിട്ട് ചെയ്തേ, അപ്പോഴാണ് പിന്നെ ഗ്യാസ് അടുപ്പ് പൂരാനുള്ള ശ്രമമൊക്കെ നടത്തിയ ഒരു വീഡിയോ. അവന് ജ്യൂസ് ഉണ്ടാക്കാനും അറിയില്ല, ഒന്നും അറിയില്ല ആൾക്ക്. ആള് വെറുതെ പറഞ്ഞതാ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണം, ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം. ഞാൻ ചോദിച്ചു എന്തിട്ടൊക്കെ വീഡിയോ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നീതു അവിടെ ഉണ്ടായിരുന്നില്ല. നീതു പുറത്തു പോയിക്കായിരുന്നു. അവള് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അല്ലെങ്കിൽ പിന്നെ പാചകം ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അത് നടക്കുന്ന കാര്യമില്ല. പിന്നെ ഭയങ്കര മഴയിട്ട് പുറത്ത് അടുക്കള എന്ന് പറഞ്ഞ ഒരു കുഞ്ഞൊരു അടുക്കളേനെ അതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ കറണ്ടും പോയി. പിന്നെ പുറത്ത് ആ പറമ്പുണ്ടായിരുന്നില്ല, പറമ്പിൽ ചെളി, മഴ പെയ്തിട്ട് ആകെ ചെളി ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം. പിന്നെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് നോക്കി ചേട്ടൻ ഗ്യാസ് എടുപ്പ് പൂരാൻ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടാക്കാനായിട്ട്. പക്ഷെ ഒരു ഷിലിനെ നമ്മുടെ ഇവിടേക്ക് വന്നിട്ട് ഗ്യാസ് അടുപ്പും ഗ്യാസും കുറ്റിയൊക്കെ എടുത്തോണ്ട് പോലല്ലേ. പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മളിപ്പോ 5 മിനിറ്റ് കൊണ്ട് കഴിയില്ല. ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ശരിക്കും 2 മണിക്കൂർ എഡിറ്റ് ചെയ്ത് വരുമ്പോഴാ 15 മിനിറ്റ് ആവാ. 15 മിനിറ്റിന്റെ ഒരു വീഡിയോ എടുക്കാൻ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുക്കും. അത് വീഡിയോ എടുക്കണവർക്ക് അറിയുള്ളത്. അതിന് എന്തെല്ലാം അതിന് വേണ്ട ഒരുക്കപ്പാടുകളും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇവൻ പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയായിരുന്നു. നമ്മുടെ സത്യസന്ധതയ്ക്ക് അവൻ പറഞ്ഞതല്ല, ഞാനാണ് അവനെ വിളിച്ചോണ്ടെന്നേ. വാ നിന്നെ എന്തായാലും വീഡിയോയിൽ ഇല്ലല്ലോ, അപ്പൊ കുറച്ച് സമയം വീഡിയോയിൽ കാണിക്കാം എന്ന് വിചാരിച്ചട്ടെ. ആൾക്കൊന്ന് വീഡിയോയിൽ നിന്ന് മുഖം കാണിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ സന്തോഷമായി, കുറച്ച് സമയം നമ്മൾ കാണിച്ചല്ലോ.
അല്ല ആ ഭാഗം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാമായിരുന്നു ആളുകളെ കാണിക്കണ്ടേ. അല്ല ആ ഭാഗം എടുക്കണ്ടായിരുന്നു. അതന്നെ. അപ്പൊ നമ്മള് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നമാതിരി സംഗതി ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അവന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത്, ആൾക്ക് വീഡിയോയിൽ വരണം എന്നുള്ളത്. അത് പറ്റാത്തത് കൊണ്ടാ. പറ്റും നമ്മൾ ചെയ്യാണ്ടിരിക്കുവോ, കളയില്ലല്ലോ. ആരെ വീഡിയോ കിട്ടുന്നത് നമ്മള് ആ അവസരം പാഴാക്കാറില്ല, ആർക്കും അവസരം. അപ്പൊ അങ്ങനത്തെ കുറെ കമന്റ്സ് ഉണ്ട് കേട്ടോ, കുറെ പേര് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് അത് കണ്ടപ്പോ വിഷമം തോന്നിയിട്ടുണ്ടാവും കേട്ടപ്പോ. അടുത്തത് Ani, nice video. The walk on road was scary. When the cars and bus was passing, have a blessed day. നമ്മൾ റോട്ടിൽ കൂടെ നടന്ന് വീഡിയോ എടുക്കുമ്പോൾ റോട്ടിൽ കൂടെ കാറും ബസ്സുകളൊക്കെ പോവല്ലേ അടുത്തുകൂടെ, അപ്പോൾ പേടി ചെയ്യുന്നു. അത് ശരിയാ. റോട്ടിലൂടെ ആ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീതി കുറവാണ്. രണ്ട് സൈഡും കാട് പിടിച്ചിട്ട് അപ്പുറപ്പുറം വെള്ളമായിട്ടുള്ള ഒരു ആ വണ്ടികൾക്ക് മാത്രം പോകാനുള്ള ഒരു വീതിയെ കാണുള്ളൂ അല്ലേ. അത് ശരി, പേടിക്കും ആ റോഡ്. അതന്നെ, നടക്കാനുള്ള വഴിയിലൊക്കെ പുല്ലും കാടും പിടിച്ചു, നമ്മൾ പറയണുണ്ട് അത്. അടുത്തത് അർജുൻ വി കെ. ഹായ് അജിയേട്ട, സരദേച്ചി, ജഗ്ഗു. പള്ളിപ്പുറം എന്ന ഗ്രാമത്തിലെ ഇടവഴികളും ചുറ്റുമുള്ള ഓരോ കാഴ്ചകളും കാണുവാൻ എത്ര മനോഹരമാണ്. അതുപോലെ പൈങ്കൽ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുവാനും കഴിഞ്ഞു. പഴയ കാലത്തെ കഥകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു പ്രത്യേക സന്തോഷമാണ്. എപ്പോഴും സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. സന്തോഷം. ഞാൻ ഹായ് എന്ന് പറഞ്ഞ അടുത്തത് ആനന്ദലത. ഇത്രയൊക്കെ ആക്ഷൻ കാണിച്ച് പറയുന്നത് ഞങ്ങൾക്ക് നല്ല രസമാണ്. ബട്ട് അടുത്ത് നിൽക്കുന്ന സരിതയ്ക്ക് ചിലപ്പോൾ ബോർ ആയിരിക്കും. ശരിയാണ് സരിത പറയുന്നത്, എന്നാലും കണ്ടിന്യൂ ചെയ്തോളൂ, ഇഷ്ടമാണ്. അത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചേട്ടനെ മാത്രമല്ല കാണുള്ളൂ. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാണാമല്ലോ. അപ്പോൾ ചേട്ടൻ ഈ റോട്ടിൽ കെടുക്കലും അവിടെ ഇരിക്കലും നടക്കലും ഓടലും നിന്ന് പറഞ്ഞാലും മനസ്സിലാവല്ലോ വെച്ചിട്ടാണ്. പക്ഷേ ചേട്ടൻ്റെ ആ ആക്ഷൻ കാണിക്കുന്നതൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇനി ഞാൻ കോല് മുറിച്ചിട്ടു, ഇനി ചേട്ടൻ അവിടെ എന്ത് കാണിച്ചാലും ഞാൻ ആ ഭാഷ ശ്രദ്ധിക്കില്ല. അതിൽ ഒരാൾ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കാനാണ് നിങ്ങളുടെ ഇഷ്ടം, കാരണം നിങ്ങളെ പോലെ അവതരിപ്പിക്കാൻ ഇങ്ങനെ അവതരിപ്പിക്കാൻ ഒരാൾ പോലും ഒരു വ്ളോഗിലും കാണില്ല. എൻ്റെ പൊന്നോ, ആരും ഉണ്ടാവില്ല ഇങ്ങനെ, ഇതുപോലെ ആരും ഉണ്ടാവില്ല, ഉറപ്പാ. സാധാരണ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പോവായിരിക്കും, പക്ഷെ അങ്ങനെ ആക്ട് ചെയ്തൊന്നും കാണിക്കില്ല എന്ന് തോന്നണം. കാണിക്കില്ല. അങ്ങനെ ഒരാൾ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഭയങ്കര ഞാനപ്പോൾ വിചാരിക്കുന്നത് ഇത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവാത്ത പോലത്തെ ഭയങ്കരമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെയും പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കണത്. അപ്പം അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ചേട്ടനെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാൻ ഇനി ചേട്ടൻ എന്ത് ആക്ഷൻ കാണിച്ചാലും എവിടെ കിടന്ന് ഊറുണ്ടാലും ഏത് ചെളിയിൽ കിടന്ന് ഊറുണ്ടാലും ഞാനിനി തടയില്ല. അടുത്തത് അംബിക അമ്പിളി. എൻ്റെ വീട് പെരിങ്ങോട്ടുകരയാണ്. ശിമകൊന്നയുടെ ഇലയാണ് അങ്ങനെ പൊട്ടിക്കുക. ഞങ്ങളും കൊട്ടക്കായ വെച്ച് വെടി വെച്ച് കളിച്ച ഓർമ്മകൾ വന്നു. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. ആ പഴയ കാലത്തേക്ക് വീണ്ടും കൊണ്ടുപോയതിന് ഒരുപാട് സ്നേഹം. കൊട്ടക്കായ പലർക്കും ഒരു പഴയ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെ കേട്ടോ. കൊട്ടക്കായ ഒരു 10-40 വയസ്സിന് മീതിലുള്ളവർക്ക് ഭയങ്കര ഓർമ്മയാണ് കൊട്ടക്കായ. നമ്മുടെ അവിടെ ഇല്ലല്ലോ, എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഇല്ല. നമ്മുടെ ഇഷ്ടം പോലെ. അടുത്തത് ദേവിക് ദിലീപ്. പണ്ട് ഇവിടെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് ബസ് ഇറങ്ങി അമ്പലപ്പറമ്പിൽ പോയി ആനയെ കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് ആനേനെ കണ്ടുപോന്നാ. അത് ഇടഞ്ഞ ആനാണെന്ന് പിന്നെ ആരോ പറഞ്ഞു. 2010 ആണെന്ന് തോന്നുന്നു. ആ ഉത്സവ പിറ്റേന്ന് കല്യാണം കഴിഞ്ഞ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണേ. ഒരിക്കൽ മാത്രം ഞാൻ ഇവിടെ പോയിട്ടുള്ളൂ. വധുവിൻ്റെ കല്യാണമായിരുന്നു. അടുത്തത് വൈജയന്തി മനോഹരൻ. ആ വഴി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, പാൻപൂരി ഉണ്ടാക്കിയ മരുമോൾ തമിഴ് സംസാരിക്കാൻ അറിയുന്ന മോൾ. അതന്നെ അവിടേക്ക് പോയിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പം എല്ലാവർക്കും. അടുത്തത് സോജ MV. വേലിയിലുള്ള കായും വാഴക്കുടപ്പൻ്റെ പൂലുള്ള തേനൊന്നും കഴിക്കല്ലേ ടാജു. ജയന്തിയോടും പറയണം, ഇപ്പൊ നിപ്പയുടെ കാലമാണ്, വവ്വാലിനെ സൂക്ഷിക്കണം. ശരിയാ. നമ്മളങ്ങനെ ജയന്തിയോട് പറയണമെന്ന് പറഞ്ഞത് ആ വീഡിയോയില് നമ്മളെ ചീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്നതാണ്. അതൊരു രസം. അതങ്ങനെയുണ്ട് നിങ്ങളെ കാണിക്കാനും ഇതിനൊക്കെയുള്ളൊരു ഇഷ്ടം. അതുകൊണ്ടാണ് ഇനി ഒഴിവാക്കാൻ നോക്കാൻ പരമാവധി. അടുത്തത് ചിത്ര കോൾട്ടൻ. അജോസ് ഷോയിങ് ഓൾ കൈൻഡ്സ് ഓഫ് മെഡിസിൻ ലീവ്സ് ഓൺ ദ വാക്കിംഗ് വ്ളോഗ്. സരിത വാസ് ടയേർഡ് ഓഫ് ലിസണിങ് ടു ഹിസ് ഓൾഡൻ ഡേയ്സ് സ്റ്റോറീസ്. ഇൻട്രസ്റ്റിംഗ് വീഡിയോ, താങ്ക്സ്. അടുത്തത് ഗീത സന്തോഷ്. അജു ഈ വീഡിയോ ശരിക്കും കലക്കി. പഴയകാല ഓർമ്മകളൊക്കെ പൊടി തട്ടി എടുക്കാൻ ഒരു അവസരം. വളരെ വളരെ ഇഷ്ടമാണ് എല്ലാ വീഡിയോസും. അടുത്തത് ഷൈനി ജോയ്. സന്തോഷം, പള്ളിപ്പുറം കാണിച്ചതിന്. അമ്മാടം, പള്ളിപ്പുറം, കോടന്നൂർ അങ്ങനെ 2 സ്ഥലത്ത് നിന്ന് എടുക്കലാണ് പള്ളിപ്പറമ്പ് റോഡ് വരുന്നത്.
നമ്മുടെ പഴയ കുറേ കൂട്ടുകാരികളുടെ വീട് കണ്ടു. അമ്പലം ഭയങ്കരമായിട്ട് കണ്ണിന് കുളിർമ തരുന്ന കാര്യമായിരുന്നു. ആളാണ്. അതെ. അടുത്തത് റെജി രാജൻ. രണ്ടാളും കൂടി റോഡിലൂടെ ഓടി കളിക്കുമ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാൻ്റെ അവസ്ഥയെ അതൊന്ന് ഷൂട്ട് ചെയ്താൽ പൊളിക്കും. പിന്നെ ആ അമ്പലക്കുളക്കടവിൽ ഇരുന്ന് സരിത ഒരു പാട്ട് കൂടെ പാടാൻ വരുന്നു. അത് നമ്മൾ പറഞ്ഞ കുളത്തിന്റെ അവിടേക്ക് ഞങ്ങൾ പോയില്ല. അവിടെ കുളം അറിയില്ല. അവിടെയുള്ളവർക്ക് അറിയില്ലോ, എനിക്കറിയില്ല. എന്തായാലും ക്യാമറ ഷൂട്ട് ചെയ്യണത് ഒരു ബുദ്ധിമുട്ട് പിടിച്ച പണി തന്നെയാണ് ആവശ്യത്തെ. കാരണം വണ്ടികൾ പോകുമ്പോഴാണ് ബുദ്ധിമുട്ടിട്ട. വണ്ടികളുടെ ഇടയിൽ കൂടെ നോക്കി ശ്രദ്ധിച്ചെടുത്തിരിക്കുക ഭയങ്കര അപകടമാണ്. അടുത്ത ഫാബി ജോസ്. തിണ്ണ ഒക്കെ ഉള്ള വീട്, ഓടിട്ട വീട് എനിക്കിഷ്ടമാണ്. ആ ഓട്ടോ വന്നപ്പോൾ സരിത ചേച്ചി ഞെട്ടിയപ്പോൾ എന്നിട്ട് ഒരു വലിച്ചു ചിരി. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. അങ്ങനെ ഉണ്ടായാ? പക്ഷെ വന്നപ്പോൾ ഞാൻ ഞെട്ടിയുണ്ടാവുമായിരിക്കും, വലിച്ച ചിരിയും ചിരിച്ചിട്ടുണ്ടാവും. അടുത്തത് മിനി കുഞ്ഞൻ. അജു പറഞ്ഞത് ശരിയാണ്. പണ്ട് പൂ ഇടുന്ന ആ മണം ഞാനും ഓർക്കാറുണ്ട്. ഇപ്പം മേടിക്കുന്ന പൂവാണ് ഇടുന്നത്. കുട്ടിക്കാലത്തെ ഓർമ്മകൾക്ക് നല്ല സുഗന്ധം. അതൊരു കാലം. ആ തൃക്കാരപ്പൻ്റെ പൂക്കള് ഞാൻ പറഞ്ഞില്ലേ, തൃക്കാരപ്പൻ നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മണം വരും. അത് എല്ലാ ദിവസവും പൂ മാറ്റും അല്ലേ? ഇല്ലേ, പൂ മാറ്റുന്നില്ല. അപ്പൊ കോളാമ്പി പൂ ഒരു ദിവസം കുത്തിവെച്ച് പിറ്റേ ദിവസം പാടില്ലേ? അല്ല, ആ വാടിയ പൂവിന്റെ മണാണ് രസം. അതെ. അയ്യോ, വാടുന്നോറും വിഷമാവല്ലേ? ഓണം കഴിഞ്ഞല്ലോ. അത് ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും വാടി ചുങ്ങി പരിപാടി. പക്ഷെ ആ ഓണത്തിന്റെ മണല്ലേ, അത് വിട്ടു പോവില്ല. അപ്പൊ മണം കൂടി കൂടി വരാണ് ചെയ്യുക വാടും തോറും. അങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞത്. അടുത്തത് എക്സിക്യൂട്ട്. അയ്യോ, അറിയില്ലാത്തത് ഇങ്ങനെ വിളിച്ച് കൂവരുത്. പൂട്ടുന്ന സാധനത്തിന് നുകം എന്നല്ല കലപ്പ അല്ലെങ്കിൽ നേഞ്ഞിൽ എന്നൊക്കെയാണ് പറയുന്നത്. നുകം 2 കാളകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും കലപ്പ അതിന്റെ നടുവിൽ കെട്ടാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ശരിയാ, 2 എണ്ണത്തിന് ഒരു നുകത്തുമ്പോ പൂട്ടാം എന്ന് പറയില്ലേ? തെറ്റി പറഞ്ഞ് തിരുത്താനല്ല നിങ്ങൾ ഇരിക്കണേ. നമ്മള് തെറ്റി പറഞ്ഞു തിരുത്താൻ നമ്മളെ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. അത് എന്തായാലും നല്ല കാര്യമാണ് കേട്ടാ. കരി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അല്ലെ? നമ്മുടെ അവിടെ കരി എന്നൊക്കെ പറയും. എനിക്കറിയില്ല. കലപ്പ. BMA. പാവം അജുവേട്ടൻ. വ്യൂവേഴ്സിന് വേണ്ടി വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആക്കാനാ ഇത്രയും ഡീറ്റെയിൽ ആയി പറയണതും കാണിച്ചു തരണമൊക്കെ. അതിനെന്തിനാ ആ പാവത്തിനെ കളിയാക്കുന്നേ? അജുവേട്ടൻ ഇങ്ങനെ ആയോണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ കാണുന്നത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ ആ ഭാഷ ശ്രദ്ധിക്കില്ല. അടുത്തത് നേച്ചർ അറൗണ്ട്. ദൈവമേ, ഇത് ഉഴിഞ്ഞല്ലാട്ടോ. അല്ലല്ലോ അജുവേട്ടാ, ഉഴിഞ്ഞൊരു വള്ളിയാണ്, നിറവള്ളി എന്നും പറയും. ആ കായയുടെ ഷേപ്പ് കണ്ടപ്പോ ചേട്ടൻ ഉഴിഞ്ഞാന്ന് വിചാരിച്ചതാ. അടുത്തത് മെഴ്സി ജേക്കബ്. ഞാൻ ഓട്ടത്തിന്റെ കായ റോഡ് സൈഡിൽ നിന്ന് കൊട്ടത്തിന്റെ കായ റോഡ് സൈഡിൽ നിന്ന് പൊട്ടിച്ച് 4 കൊല്ലം മുന്നേ വരെ തിന്നിട്ടുണ്ട്. അതൊക്കെ ഒരു രസമല്ലേ? ജോലി കഴിഞ്ഞ് വിശന്ന് വലഞ്ഞ് ഉച്ച തിരിഞ്ഞ് വരുമ്പോ നല്ല രസമാണ്. ശരിയാണ് കേട്ടാ. നമുക്ക് ഇങ്ങനെ നിങ്ങള് സ്കൂളിൽ നിന്ന് വരുമ്പോഴായിരുന്നു അല്ലേ? സ്കൂളിൽ നിന്ന് വരുമ്പോ ഇങ്ങനത്തെ ഈ മുള്ളത്തിന്റെ കായ, ഇതിന്റെ കായ പല പലതുകളുണ്ട്. അതൊക്കെ പൊട്ടിച്ച് നടന്ന് വരാന്ന് പറഞ്ഞ ഒരു രസമാണ്. കൊങ്ങിണിയുടെ കായ, കുറെ കായകളുണ്ടാവും. അടുത്തത് പ്രബീത കോരക്കാര വീട്ടിൽ. അജു ബ്രോ ആക്ഷനോടെ പറയുന്ന കാണാൻ നന്നായിട്ടുണ്ട്. അപ്പോൾ സരിത അജു ബ്രോനോട് പറയുന്ന രീതി കേൾക്കുമ്പോൾ ചിരിയും വരുന്നു. സരിത അന്നേരം ഇങ്ങനെ ചെയ്യല്ലേ ചേട്ടാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൂട്ടുമ്പോൾ ഒരു അമ്മയുടെ ഫീലിങ്ങും തോന്നുന്നു. അജു ബ്രോയ്ക്ക് കുറച്ചൊക്കെ കുട്ടിക്കളികളുണ്ട്. നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ മനസ്സായിരിക്കും. സരിത കുട്ടിയും ഒരു വലിയ നല്ല മനസ്സിൻ്റെ ഉടമയാണ് കേട്ടോ. വീഡിയോ ഫുള്ള് കാണാതെ ഇടയിൽ കയറി കമൻസ് ഇട്ടു. സരിത ഒരു ഹാൻഡ് ബാഗ് ഇടണം, ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. അയ്യോ, എനിക്ക് ഇഷ്ടമല്ല ഹാൻഡ് ബാഗ് പിടിക്കാൻ. അത്യാവശ്യം ജഗ്ഗൊക്കെ ചെറുതായിരുന്നപ്പോഴാണ് ഒരു ബാഗ് ഉണ്ടാവുക. കാരണം കുട്ടികളുണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവും. അവരുടെ ജോഡി ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഇതൊക്കെ ആയിട്ട് എപ്പോഴും സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അവരെ ടർക്കി അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഹാൻഡ് ബാഗ് നിർബന്ധമല്ല. അങ്ങനെ ഞാൻ ആകെ പിടിച്ചിട്ടുള്ളൂ, എനിക്ക് ഇഷ്ടമല്ല. നീറ്റിൽ കഴുത്തിലെ ഇട്ടിട്ട് തൂക്കിയിടുന്ന ബാഗ്, നീട്ടി കഴുത്തിൽ തൂക്കിയിടുന്ന ബാഗ്, ഫോണൊക്കെ അതിൽ വെച്ചിട്ട് ടിഷ്യൂ പാക്കറ്റൊക്കെ അതിൽ വെച്ചിട്ട് അങ്ങനെ വെക്കാന്ന്. അതായത് നമ്മുടെ ഒരു ബാഗിൽ, ചേട്ടൻ്റെ ഒരു ബാഗിലായിരിക്കും എൻ്റെ ഫോണൊക്കെ ഇരിക്കുന്നുണ്ടാവുക.
എന്തായാലും നമ്മൾ കുട്ടികളാവണമെന്നല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സതീദേവി, വീട്ടിലെ വീഡിയോയുടെ അത്ര സുഖമില്ലെങ്കിലും അമ്മായി വീട് യാത്രാ വിവരണം കൊള്ളാം. സരിത ചേട്ടാ എല്ലാവരും നോക്കുന്നു. അജു, എനിക്കതൊന്നും പ്രശ്നമേ അല്ല, ഞാൻ ചെയ്യേണ്ടത് ചെയ്യും, ആര് നോക്കിയാലും. നാട്ടിൻപുറത്തുള്ളവർക്ക് എല്ലാ ഔഷധയിലകളെയും പറ്റി അറിയാം. അജു ഒരു നിറവിൻ്റെ ഭണ്ഡാരമാണല്ലോ. നീതുവിന് സരിതയുടെ അമ്മയുടെ ചായയുണ്ട്, ഒരുപാട് ഇഷ്ടം. അടുത്ത മുല്ല ഷബീർ, നീതുവിന് ഇല്ലാത്ത കഥ പറഞ്ഞു കൊടുത്ത് അവസാനം സരിതേച്ചിക്ക് അജുവേട്ടൻ്റെ ചില ഇല്ലാ കഥകൾ കേൾക്കേണ്ടി വന്നു. അങ്ങനെ തന്നെ വേണം. കുട്ടികളൊരാഗ്രഹം പറയാതെ ചെയ്തു കൊടുക്കണം സരിതേച്ചിയെ. പാവം, അവന് മനസ്സിൽ നല്ല സങ്കടമുണ്ട്. അവർ ദുബായിക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു സമയം ഉണ്ടാക്കി ഒരു മോനെ വെച്ചിട്ടൊരു എപ്പിസോഡ് ചെയ്യും. ഇനി സമയമില്ലേ, അവരെ കാട്ടൂർക്ക് പോയി. ഇന്നിപ്പോൾ ആൻറ്റി ബോംബെക്ക് പോയി. അവർ തിരിച്ച് കാട്ടൂരില്ലേ, അവിടെയാണ് നീതുവിനെ കല്യാണം കഴിച്ച് കൊടുത്തത്. അവർ അങ്ങോട്ടും പോയി. ഇനി ബുധനാഴ്ച അവർ ദുബായിലേക്ക് പോകും. രാസി ലുലു, അനിലേട്ടനും വൈഫിനും നമസ്കാരം. അജു സരിത, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അനിൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അഭിമാനം. സന്തോഷം. അടുത്ത് ലൈല, കൊണ്ടുവയ്ക്കേണ്ട താമസം. അനിയനും ഭാര്യയും അടുത്ത സെക്കൻഡിൽ പ്ലേറ്റ് കാലിയാക്കും. ഏതായാലും വലിയേട്ടനല്ല കേട്ടാ, അനിൽ ചേട്ടൻ മൂന്നാമത്തെ ചേട്ടനാണ്. നല്ലൊരു അതിഥി പ്രിയനാണ്. വലിയേട്ടൻ്റെ മനസ്ഥിതി അവിടെ മറ്റാർക്കുമില്ലെന്ന് തോന്നുന്നു. വലിയേട്ടൻ എന്ന വിളിപ്പേര് എല്ലാ വിധത്തിലും ചേരും. ഞാൻ വീണ്ടും പറയുന്നു, വലിയേട്ടനല്ല കുഞ്ഞേട്ടൻ. മൂത്ത ചേട്ടനാണ് വലിയേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ ചെറിയേട്ടൻ, മൂന്നാമത്തെ ചേട്ടനാണ് അല്ലൻ ചേട്ടൻ. അല്ലൻ ചേട്ടനെ ഞങ്ങളാണ് അല്ലൻ ചേട്ടൻ എന്ന് വിളിക്കുള്ളൂ. ബാക്കി ഒരു ഇതെല്ലാവരും കുഞ്ഞേട്ടൻ കുഞ്ഞേച്ചി എന്ന് വിളിക്കുക. ഞങ്ങൾ എന്താണ് അല്ലൻ ചേട്ടൻ എന്ന് വിളിക്കുന്നത്. ചേട്ടനൊക്കെ ഇവരൊക്കെ അല്ലൻ ചേട്ടൻ എന്ന് വിളിക്കുക. അപ്പം ഞാനത് കേട്ട് അല്ലൻ ചേട്ടൻ എന്ന് വിളി എനിക്ക് പതിഞ്ഞു. അങ്ങനെ പിന്നെ അതിൽ ഒരു തിരുത്തുണ്ട്. കൊണ്ടുവന്ന് വെച്ച വഴിക്ക് തന്നെ ഞങ്ങൾ രണ്ടുപേരും വെടുപ്പാക്കും എന്ന് പറയുന്നതിൽ ഒരാളുടെ മാത്രം ശരിയല്ല, ഞാൻ മാത്രമേ വെടുപ്പാക്കുള്ളൂ. സരിത അങ്ങനെയൊന്നുമില്ല, നിർബന്ധിക്കണം. അല്ലാണ്ട് സരിത ഭാര്യ വലിച്ച് കഴിക്കില്ല. ഇപ്പോഴും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലുള്ള സരിതയ്ക്ക്. അതുകൊണ്ടാണ് സരിത എങ്ങനെ ഇരിക്കണത്. അല്ല, എൻ്റെ ഓൾറെഡി ഇങ്ങനെയാണല്ലോ. ഇവിടെ അങ്ങനെ കഴിക്കുന്നില്ല, നിർബന്ധിക്കണം. അടുത്തത് നിർബന്ധിക്കേ, എനിക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിലും ഞാൻ കഴിക്കണം. നിർബന്ധിക്കണത് എനിക്ക് ഇഷ്ടം കൂടിയല്ല. നിർബന്ധിച്ചു കഴിഞ്ഞാൽ നീ കൂടുതൽ കഴിക്കല്ലോന്ന് ഓരോ സാധനങ്ങളെ കഴിക്കണേന്ന് പറഞ്ഞിട്ടേ വേണ്ട. എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണെങ്കിലേ അത് കഴിക്കുന്ന നിർബന്ധിക്കില്ല. അത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറയും ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ, എനിക്ക് വേണമെങ്കിൽ ഞാൻ കഴിക്കില്ലേ. അങ്ങനെ. അജീഷ് വി സി, നമസ്കാരം. അജയേട്ട സരിതേച്ചിയോട്, നീ അവളോടൊന്ന് തഞ്ചത്തിൽ ചോദിക്കി ആരാ ആളെന്ന്. ഞാൻ ചോദിച്ചു, അവളെ കൊന്നാലും പറയില്ലെന്നാ പറയണേ. അജിച്ചേട്ടൻ ഗർഭിണിയാണോന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ വീഡിയോയില. അപ്പോൾ ഞാൻ ചോദിച്ചു, അവളെ കൊന്നാലും പറയില്ലെന്നാ പറയണേ അജിചേട്ടൻ. അംബ്രോസിനോട്, സത്യം പറയടാ നീയല്ലേ. സത്യമായിട്ടും ഞാനല്ല. സരിതേച്ചി ടൈസനോട്, പറയടാ നീയല്ലേ. ഞാനല്ല എൻ്റെ ഗർഭം ഇങ്ങനല്ല. അജേട്ടൻ ചാർലിയോട് ചോദിച്ചോ സരിതേ. വേണ്ട, അവൻ കുഞ്ഞല്ലേ, അവനെ ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. കറക്റ്റ് മേലെപ്പറമ്പിലാണ് അതിലത്തെ ഡയലോഗ്. നരേന്ദ്രപ്രസാദും കൂടിയിട്ടുള്ള ആ സംഭാഷണത്തിന്റെ വിജയരാഘവനോടും ജഗതിയോടും ജയറാമിനോടും പറയണത്. പക്ഷെ എന്നിട്ട് അതിൽ ജയറാമായിരുന്നു വില്ലൻ. ജയറാമിനെ കുഞ്ഞല്ല കൂട്ടിയിട്ടില്ല. അതുപോലെ ഇതിൽ ചാർലി ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാണെങ്കിൽ കാരണം മറ്റുള്ളവർക്കും കഴിവില്ല. ടൈസൺ ഇങ്ങനെ പറയുള്ളൂ. ടൈസൺ എങ്ങനെയോ പറയാ. ടൈസനോട് ചോദിച്ചു നോക്കിയാ, നീയാണോട് അതിന്റെ ഉത്തരവാദിത്വം ചോദിച്ചാൽ ടൈസൺ എന്താ പറയാ? ടൈസൺ പറയേ, കാലമാടന്മാരെ നിങ്ങൾ 2 വട്ടം ബന്ധീകരണം ചെയ്തല്ലോ എന്ന് പറയും. പിന്നെ ഇങ്ങനെ കണ്ണിച്ചോറിയില്ലാണ്ട് ഇങ്ങനെ എന്നെ സംശയിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് ചോദിക്കും ടൈസൺ. അപ്പോൾ ഇവിടെ 4 പേരും ചെയ്തിട്ടുണ്ട്. ആരെ? ടൈസൺ, അംബ്രോസ്, കാംറി, ലോറ. 4 പേരും ചെയ്തിട്ടില്ല പഴയവരെ. പേളിനെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒരു 8 മാസമൊക്കെ ആയിട്ട് ചെയ്താൽ മതി. ഇപ്പം ചെയ്താൽ വളർച്ച മുരടിക്കുന്നു. അപ്പം എന്തായി? എന്തൊക്കെയോ ആയി, അറിയില്ല. അടുത്തത് സിബി, ചിരിച്ച് ചത്തു, ഇങ്ങോട്ട് തന്നേ, ഞാൻ കഴിച്ച് കാണിക്കട്ടെ. അപ്പോൾ വെള്ളം കുടിക്കണ്ടേ? വെള്ളം കുടിച്ചില്ലെങ്കിലും സാരില്ല. നിഷ്കു അജുവേട്ടൻ. രാഗി സജി, സരിത ചേച്ചി ആ പറഞ്ഞത് എനിക്കും തോന്നിയിട്ടുണ്ട്. എല്ലാം അഭിനയിച്ച് കാണിച്ചു തരുന്ന നിഷ്കളങ്കനായ അജുവേട്ടൻ. കഴിക്കാൻ പാടില്ലാത്ത വല്ലതും കഴിച്ച് കാണിച്ചു തരുമോ? ചേച്ചി പറഞ്ഞ പോലെ തുമ്പയുടെ എല്ലാം സ്വന്തം ശരീരത്തിൽ തേച്ച് ചൊറിയുമോ എന്ന് ആരെങ്കിലും കാണിച്ചു തരുമോ? അജേട്ടാ, നിങ്ങളൊരു സംഭവം തന്നെ. അതിപ്പോൾ അങ്ങനെ മരിക്കേണ്ട സാധനങ്ങളൊന്നും കഴിച്ച് കാണിച്ചിരിക്കില്ല കേട്ടോ. നമ്മളങ്ങനെ ചെയ്യില്ല. നമ്മൾ നിർദോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കാണിക്കാവുന്ന കാര്യങ്ങളുള്ളൂ.
അപ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ വരുന്നുണ്ട്. എല്ലാ വീഡിയോയിലത്തെ കമൻ്റ് ഒന്നും വായിച്ചിട്ടില്ല. നമ്മൾ പരമാവധി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് സമയം കുറവാണ്. പരമാവധി വായിച്ചവരുടെ തന്നെ വീണ്ടും വായിക്കാതിരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കമൻസ് കാണുമ്പോഴേ നമ്മളിങ്ങനെ വായിക്കും, വായിച്ചവരുടെ ആണെങ്കിലും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.